ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രമനിലാണ്, ജർമ്മനിയിൽ. ഒരു ഫേമസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഏതാണ്ട് 20,000-ഓളം സ്റ്റുഡൻസ്, അതിൽ തന്നെ 3,000-ഓളം കുട്ടികൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് 120-ഓളം രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരു പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രമൻ. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു പിടി കോഴ്സുകളാണ്. നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഈ പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഇത് എസ്പെഷ്യലി മോസ്റ്റ് സ്റ്റുഡൻസ് ഇവിടുത്തെ ദേ ആർ സ്പെഷ്യൽ ഫോർ സ്പേസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. ഇപ്പം ട്രിപ്പിളി, IT, അതല്ലെങ്കിൽ നമ്മൾ ECE, മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ നമുക്ക് ഇത്തരം കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ആർട്സ് പ്രോഗ്രാംസ് ആയിട്ടുള്ള BA ഇംഗ്ലീഷിലും കോമേഴ്സിലും ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട്, ലോയിൽ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ എസ്പെഷ്യലി ഫോർ എഞ്ചിനീയറിംഗ്, സ്പേസ് ആൻഡ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IT തന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. ഒരു 70% മുകളിൽ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അഡ്മിഷൻ ലഭിക്കാവുന്ന ഒരു പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി യൂണിവേഴ്സിറ്റി ഓഫ് ബ്രമൻ. 400 യൂണിവേഴ്സിറ്റീസിനകത്ത് ജർമ്മനിയിൽ വരുന്ന വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും കുറച്ച് അധികമായിരിക്കും. ആ ഒരു വേൾഡ് ടോപ്പ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങി അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടും. അപ്പം എനിക്ക് തന്നെ സമ്മർ ഇൻടേക്കിലും വിന്റർ ഇൻടേക്കിലും ഒക്കെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അപ്കമിംഗ് ആയിട്ട് 2026 മാർച്ച് ഇൻടേക്കിലേക്ക് കുറച്ച് കോഴ്സസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ പേപ്പർ വർക്ക്സ് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ സ്കൈമാർക്ക് എഡ്യൂക്കേഷന്റെ 8 ബ്രാഞ്ചുകളിൽ കേരളത്തിൽ എവിടെ കണക്ട് ചെയ്താലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്.